പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ പിന്നെയും കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നൽകിയ ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ പകൽക്കാലം ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, ഏത് കാലഘട്ടത്തിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറയെ കർത്താവിന് ആവശ്യമായി. ഈ തലമുറയിലും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നടക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേട്ട് നടക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറയെ കൊണ്ട് കർത്താവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിലും ആഗ്രഹിക്കും. ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളോട് പരിശുദ്ധാത്മ പറയുകയാണ്, അവന്റെ ശബ്ദം കേട്ട് നടക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇതിന് തയ്യാറാണ്? ഒരു ഉണർവിന്റെ വക്താവായി നിൽക്കണമെന്ന് നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആത്മാവിന്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ ഈ പകൽ തയ്യാറാവുക. നിങ്ങൾ ആത്മാവിന്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ ഈ പകൽക്കാലം തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ കർത്താവ് അസാധാരണമായ നില ഒരു ഉണർവിന്റെ വക്താവായി പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് അവൻ നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവാത്മാവ് നടത്തുന്നവരെ വരും ദൈവത്തിന്റെ മക്കളാകും. വാസ്തവമായി ദൈവഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവഹിതം എന്നിലൂടെ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവശബ്ദത്തെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ കേൾക്കുവാനും അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുവാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ആത്മാവിന്റെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതത്തിൽ നിങ്ങൾക്ക് മുഴുവാൻ കഴിയൂ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരുടെയോ പരിശുദ്ധിമ പറയുകയാണ്, നീ ദൈവഹിതം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, വാസ്തവമായി ദൈവ ഇഷ്ടത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ പരിശുദ്ധാത്മാവിനെ കേൾക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനായിട്ട് ഈ പകൽ തയ്യാറാക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഭംഗിയിലും ഗലാത്യ ദേശത്തിലും കൂടെ സഞ്ചരിച്ചു. നോക്കണമേ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞത്, ഈ ആസിയിലേക്ക് പോകേണ്ട പൗലോസെ. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ പൗലോസ് അനുസരിക്കുവാനിടയായി. ആമേൻ. അസാധാരണമായ നിലയിൽ ദൈവത്താൽ എടുത്തുപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് പൗലോസ്. അസാധാരണമായ ദൈവിക മർമ്മങ്ങളെ സഭയ്ക്ക് കൈമാറിയ ഒരു മനുഷ്യനാണ് പൗലോസ്. എന്തുകൊണ്ടാണ് പൗലോസിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്നറിയാമോ? അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ഉണർവിന്റെ വക്താവായി നിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവ ഇഷ്ടത്തിൽ ചെയ്ത് ദൈവഹിതം നിറവേറ്റുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ആത്മാവിനോട് പറയുന്നു, നീ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ, അതിനെ അനുസരിച്ച് ആ ശബ്ദത്തിനൊത്ത് സ്റ്റെപ്പ് വെക്കുവാൻ നീ തയ്യാറാകണമെന്ന് ഈ പകൽക്കാലം പരിശുദ്ധ പറയുന്നു. അങ്ങനെ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ അസാധാരണമായ നിലയിൽ, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു ശക്തമായ ഉണർവിന്റെ വക്താവായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാനാകട്ടെ. ഗോഡ് ബ്ലെസ്.